നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 10 വർഷം ഭരണം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി സർക്കാർ പിടിച്ചുപറിച്ച കോടാനുകോടികളുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു നമ്മുടെ രാജ്യം. അഴിമതിക്കാരായ മുൻ ഭരണാധികാരികളെ പൂട്ടാൻ വന്ന രാജ്യസ്നേഹി എന്ന് മേനി നടിക്കുന്ന മോദി ഇലക്ട്രൽ ബോണ്ട് എന്ന ഏർപ്പാട് വഴി മാത്രം വാരിക്കൂട്ടിയ പണം കണ്ട് സുപ്രീം കോടതി പോലും നടുങ്ങുന്നു. ജോലിയും കൂലിയുമില്ലാതെ സാധാരണ ജനം ദുരിതപർവം താണ്ടുമ്പോൾ ഭരണപാർട്ടിയായ BJP ആരുമറിയാതെ സമ്പാദിച്ചു കൂട്ടിയത് ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര പണം. കഴിഞ്ഞ മാസം കോടതി നിരോധിക്കും വരെയുള്ള 6 വർഷം നിയമപരമായ അഴിമതിയിലൂടെ ഭരണകക്ഷി പോക്കറ്റ് നിറച്ചത് ഭയപ്പെടുത്തുന്ന വഴികളിലൂടെയാണ്. പണം കൊടുത്തവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കിയും സർക്കാരിൻ്റെ കരാറുകൾ വാരിക്കോരിക്കൊടുത്തും രാഷ്ട്രസ്നേഹിയായ മോദി തൻ്റെ പ്രതിബദ്ധത തെളിയിച്ച 6 വർഷം. എന്നിട്ട് ആർക്കും മനസ്സിലാകാത്ത ഒരു തെളിവുമില്ലാത്ത കേസുകളുണ്ടാക്കി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ച് അഴിമതി വിരുദ്ധനെന്ന് സ്വയം ഞെളിഞ്ഞ് അപഹാസ്യനാകുന്നു ഭരണനായകൻ. ഒരു തീവണ്ടി ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലും ബാക്കി വയ്ക്കാതെ പ്രതിപക്ഷ കക്ഷികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടിവെച്ച് താനും തൻ്റെ പാർട്ടിയും തൻ്റെ പണവും മാത്രം മതി തെരഞ്ഞെടുപ്പ് ഗോതയിൽ എന്ന് പ്രഖ്യാപിക്കുന്നു മോദി. ബഹുസ്വര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മോദി മാത്രമാണ് സർവാവകാശങ്ങളുമുള്ള സ്ഥാനാർത്ഥി. പണമുള്ളത് മോദിയുടെ കയ്യിൽ മാത്രമാണ്. അധികാരത്തിൻ്റെ അമിതോർജമുള്ളതും മോദിയുടെ പക്കൽ മാത്രം. എവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് ഉറക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്. 5 വർഷം മോദി സർക്കാർ ഒളിച്ചു നടത്തിയ ഇലക്ട്രൽ ബോണ്ട് എന്ന ഏർപ്പാട് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി സുപ്രീം കോടതി പൂട്ടിടുമ്പോൾ പുറത്തു വരുന്നത് ഭരണകൂടം നടപ്പിലാക്കിയ ഗൂണ്ടാ പിരിവിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും കണക്കുകളുമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോണ്ടുകൾ വഴി കിട്ടിയ കോടാനുകോടികൾ എത്രയെന്നു മാത്രമല്ല, അത് ആരൊക്കെ നൽകിയവരുടെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, അവർക്കെല്ലാം എന്തൊക്കെ പകരം കിട്ടി എന്നതെല്ലാം ഇന്ന് നമ്മെ പിടിച്ചുകുലുക്കുന്ന വിവരങ്ങളായി പുറത്തേക്കൊഴുകുകയാണ്. കഴിഞ്ഞ 60 ആണ്ട് കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ അഴിമതിക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കാൻ വന്ന സർക്കാരാണ് തൻ്റേതെന്ന് അവകാശപ്പെടുന്ന മോദി ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം വാരിക്കൂട്ടിയത് 7000 കോടിയിലധികം രൂപയാണെന്ന് പ്രാഥമിക കണക്കുകൾ പറയുന്നു. ആരാണ് മോദിക്ക് ഇത്രയധികം പണം കൊടുത്ത ധനികർ? എങ്ങനെയാണ് ഓരോരുത്തരിൽ നിന്നും ഇത്രയധികം പണം മോദിയുടെ പാർട്ടി വാരിക്കൂട്ടിയത്? 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം BJPക്ക് കിട്ടിയത് 4000 കോടിയോളം രൂപയാണെന്ന് കണക്കുകൾ പറയുന്നു. എന്നുവെച്ചാൽ SBI ശാഖകളിൽ നിന്ന് അന്ന് വിറ്റുപോയ ഇലക്ട്രൽ ബോണ്ടുകളുടെ 75% BJPക്ക് പണം നൽകാനുള്ളവയായിരുന്നു. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം BJPക്ക് ഏറ്റവും അധികം പണം നൽകിയ ചിലരെ നോക്കാം. അതിലൊന്നാമത്തേത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിയായിരുന്ന P. ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമ BJPക്ക് നൽകിയ 34 കോടി രൂപയാണ്. ഇതിൽ 5 കോടിയുടെ ബോണ്ട് മദ്യനയ കേസിൽ 2022 നവംബറിൽ ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ വാങ്ങിയതാണ്. നവംബർ 21 BJP അത് പണമാക്കി മാറ്റുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയായിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡി കേസിൽ മാപ്പുസാക്ഷിയായി. ഓർക്കണം, ഇതേ കേസിലാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ മോദി ഭരണകൂടം ജയിലിലടച്ചിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് ഏറ്റവും അധികം പണം കൊടുത്തത് മേഘ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. ഹിമാലയത്തിനടുത്തുള്ള സോജില ടണൽ മുതൽ കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ വരെ പങ്കാളിത്തമുള്ള കമ്പനിയാണ് മേഘ. ബോണ്ടുകൾ വാങ്ങി BJPക്ക് നൽകിയതിന് പിന്നാലെ മേഘയ്ക്ക് കിട്ടിയ വൻകിട കരാറുകളുടെ വിവരങ്ങൾ ഇതിനകം പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. 1.15 ലക്ഷം കോടിയുടെ കാലേശ്വരം ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കരാർ സ്വന്തമാക്കിയ കമ്പനിക്കെതിരെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന C&G റിപ്പോർട്ട് തന്നെയുണ്ട്. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മേഘ കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ നടത്തുന്നുണ്ട്.
ഇതിന് പിന്നാലെ കമ്പനി തുടരെ ബോണ്ടുകൾ വാങ്ങി BJPക്ക് കോടാനുകോടികൾ കൊടുത്തു. കേസുകൾ ഇല്ലാതെയായി. കൂടുതൽ കരാറുകൾ കിട്ടി. ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു ഘട്ടത്തിൽ മേഘ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രവർത്തനത്തെ വാനോളം പുകഴ്ത്തി. നിയമപരമായ അഴിമതിയുടെ വിസ്മയ കാഴ്ചയാണ് മോദി ഭരണകൂടം കഴിഞ്ഞ 5 ആണ്ടിനിടെ രാജ്യത്തിന് സമ്മാനിച്ചത് എന്ന് പറയാൻ ഇനി എന്ത് തെളിവ് വേറെ വേണം? കൊൽക്കത്തയിലെ കെവൻഡർ ഗ്രൂപ്പ് 351 കോടി രൂപയാണ് BJPക്ക് ബോണ്ടുകൾ വഴി നൽകിയത്. ഈ കമ്പനിക്കെതിരെ ED അന്വേഷണം നടക്കുമ്പോഴാണ് ഇങ്ങനെ പണം കൊടുത്തത് എന്നോർക്കണം. പിന്നെ ഒരന്വേഷണവുമില്ല, ഒരു റെയ്ഡുമില്ല. 376 കോടി രൂപയാണ് വേദാന്ത ഗ്രൂപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തത്. കിട്ടിയതിലധികവും BJPക്ക് തന്നെ. വേദാന്തയുടെ 2 സ്ഥാപനങ്ങൾക്കെതിരെ വിദേശ വിനിമയ ചട്ട ലംഘനത്തിന് കോടതി കേസെടുത്തിരുന്നു. എന്നാൽ FCRA നിയമം മാറ്റിയെഴുതിയ BJP സർക്കാർ വിദേശ കമ്പനികൾ എന്ന നിർവചനത്തിൽ നിന്ന് ഇവയെ മാറ്റി കേസ് ഒഴിവാക്കി രക്ഷപ്പെടുത്തിയെടുത്തു. വൻതോതിലുള്ള പരിസ്ഥിതി നിയമലംഘന കേസുകളടക്കം നേരിടുന്ന വേദാന്ത ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണ നടപടികളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയിൽ നിന്നും കിട്ടി മോദിയുടെ പാർട്ടിക്ക് കോടാനുകോടികൾ. 2021 ഒക്ടോബർ 5, 2022 ജനുവരി 5 എന്നീ ദിവസങ്ങളിലായി മാത്രം 100 കോടി രൂപ മാർട്ടിനിൽ നിന്ന് BJPക്ക് കിട്ടിയിട്ടുണ്ട്. 2021 ഡിസംബറിൽ ലോട്ടറി കുംഭകോണവുമായി ബന്ധപ്പെട്ട് മാർട്ടിൻ്റെ 20 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ED പിടിച്ചെടുത്തു. ഇതിന് പിന്നാലെയാണ് 2022 ജനുവരി 5-ന് 50 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ മാർട്ടിൻ BJPക്ക് കൈമാറിയത്. കേസൊക്കെ ഇപ്പോൾ ആവിയായ മട്ടാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ 2015 ജൂണിൽ മാർട്ടിൻ്റെ മകൻ ചാൾസ് ജോസ് BJPയിൽ ചേർന്നിരുന്നു എന്നതും ഓർക്കേണ്ടതാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 2471 കോടി രൂപ BJPക്ക് നൽകിയ 41 കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നു എന്ന വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. മേൽപ്പറഞ്ഞ 2471 കോടിയിൽ 1698 കോടി രൂപ ഏജൻസികളുടെ റെയ്ഡിന് പിന്നാലെയാണ് BJPക്ക് വന്നു ചേർന്നത് എന്നും കണക്കുകളിൽ കാണാം. 3.7 ലക്ഷം കോടി രൂപയുടെ കരാറുകൾ ലഭിച്ച 33 ബിസിനസ് ഗ്രൂപ്പുകൾ ഇലക്ട്രൽ ബോണ്ടുകളിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ 1751 കോടി രൂപ BJPക്ക് നൽകി. 30 കടലാസ് കമ്പനികൾ 143 കോടി രൂപയാണ് BJPക്ക് നൽകിയതെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ചൂണ്ടിക്കാട്ടുന്നു. എന്നുവെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും ഇലക്ട്രൽ ബോണ്ട് വഴി BJPയുടെ പോക്കറ്റിലേക്ക് വന്നുവെന്ന് സാരം. കള്ളപ്പണം ഇല്ലാതാക്കാൻ നോട്ട് നിരോധിച്ച് ഈ രാജ്യത്തെ ആഴക്കയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഭരണകൂടം അധികാരത്തിൽ വന്നാൽ വിദേശത്തെ കള്ളപ്പണമെല്ലാം തിരിച്ചെത്തിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ച ഭരണകൂടം അവരാണ് കടലാസ് കമ്പനികൾ വഴി ശതകോടികളുടെ കള്ളപ്പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വാരിക്കൂട്ടിയത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഉയർന്ന സംഭാവന വാങ്ങിയത് BJP മാത്രമല്ലെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് BJP തന്നെയാണ്. അതായത് ഉയർന്ന തുക നൽകിയവരുടെ കണക്കെടുത്താൽ അതെല്ലാം മോദിയുടെ പാർട്ടിക്ക് നൽകിയതാണ്. ആദ്യ 5 സ്ഥാനത്തുള്ള വ്യക്തികളെ എടുത്താൽ അതിൽ 4 പേരും BJPക്കാണ് പൈസ കൊടുത്തത്. ആദ്യ 10 പേരുടെ കണക്കെടുത്ത് നോക്കിയാൽ 180 കോടി രൂപയാണ് കിട്ടിയത്. ഇതിൽ 85% പൈസയും വന്നത് BJPയുടെ പോക്കറ്റിലേക്കാണ്. റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന സ്ഥാപനം നൽകിയ സംഭാവനയുടെ 90% മോദിയുടെ പാർട്ടിക്കാണ്. ഏതാണ്ട് 400 കോടിയോളം രൂപ. കമ്പനി രേഖ പ്രകാരം 21 കോടി രൂപ മാത്രം ലാഭമുണ്ടാക്കിയ സ്ഥാപനമാണ് 500 കോടിയോളം രൂപ വിവിധ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തത്. അതെങ്ങനെ പറ്റും? അതെങ്ങനെയായാലും അതൊന്നും നമ്മുടെ EDക്ക് അന്വേഷിക്കേണ്ട. അതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പവർ. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ കേന്ദ്രം കരിമ്പട്ടികയിൽപ്പെടുത്തിയ 3 കമ്പനികളും കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. ധനമന്ത്രാലയത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കാംന ക്രെഡിറ്റ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്നസെൻറ്റ് മെർച്ചൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ്,
രേണുക ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളാണ് ബോണ്ട് വാങ്ങി പണം കൊടുത്തത്. വ്യാജ മരുന്നുകളും നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിറ്റഴിച്ച 7 കമ്പനികൾ നിയമ നടപടികളിൽ നിന്ന് രക്ഷ കിട്ടാൻ ബോണ്ടുകൾ വഴി ഭരണകക്ഷിക്ക് കൈമാറിയത് 223 കോടി രൂപയാണ്. 35 മരുന്ന് കമ്പനികൾ 1000 കോടിയോളമാണ് ഇലക്ട്രൽ ബോണ്ടുകളായി കൈമാറിയത്. വ്യാജ മരുന്നുകൾ ഉണ്ടാക്കി വിറ്റതിന് പൂട്ടിപ്പോകേണ്ട കമ്പനികൾക്കെതിരെ പിന്നീട് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കേന്ദ്ര ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കമ്പനികളിലൊന്നായ അല്ലാന ഗ്രൂപ്പിന് കീഴിൽ വരുന്ന കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകളായി നൽകിയത് 8 കോടിയോളം രൂപ. അവരും മറ്റു നിയമ നടപടികളിൽ നിന്നെല്ലാം ഒഴിവായി. 5 വർഷം മുൻപ് മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് എടുത്ത് അറബിക്കടലിലെറിഞ്ഞ സുപ്രീം കോടതി ഗുരുതരമായ നിയമലംഘനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളുടെ അട്ടിമറിയുമാണ് കണ്ടെത്തിയത്. രാജ്യത്തെ പ്രധാന നിയമങ്ങളിലെല്ലാം തിരുത്തുവരുത്തി ഉപാധികളില്ലാതെ, കണക്കില്ലാതെ, വ്യവസ്ഥയില്ലാതെ എത്ര പണവും വാരിക്കൂട്ടാം എന്ന നിലയുണ്ടാക്കി മോദി സർക്കാർ. കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കായി നൽകാവുന്ന സംഭാവനകൾക്ക് നിശ്ചയിച്ചിരുന്ന പരിധി ഇലക്ട്രൽ ബോണ്ട് നിയമം വഴി ഇല്ലാതെയായി. കമ്പനി നിയമത്തിലെ സെക്ഷൻ 3 ഭേദഗതി ചെയ്യുക വഴി കമ്പനികൾക്കും ഞെട്ടിക്കുന്ന ആനുകൂല്യം ഒപ്പിച്ചു കൊടുത്തു മോദി. അതായത് ഭേദഗതി പ്രകാരം കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര സംഭാവന ചെയ്തു എന്നതിൻ്റെ മൊത്തം തുക മാത്രം വാർഷിക ഓഡിറ്റിൽ കാണിച്ചാൽ മതി. മുൻപായിരുന്നുവെങ്കിൽ ഏതൊക്കെ പാർട്ടികൾക്ക് എപ്പോഴെല്ലാമായി പണം കൊടുത്തു എന്നതിൻ്റെ വിശദമായ രേഖ ഓഡിറ്റിൽ കാണിക്കണമായിരുന്നു. ഫിനാൻഷ്യൽ ആക്ടിലെ തിരുത്തുവഴി അതെല്ലാം അട്ടിമറിച്ചു മോദി സർക്കാർ. നിയമലംഘനങ്ങൾ ആരോപിച്ച് രാഷ്ട്രീയ ശത്രുക്കളുടെ കമ്പനികളിൽ കയറിയിറങ്ങുകയും അതെല്ലാം അഴിമതി വിരുദ്ധ യുദ്ധമായും ആഘോഷിക്കുന്ന അതേ മോദി തന്നെയാണ് വൻകിട കമ്പനികൾക്ക് തോന്നും പടി സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള വഴിയുണ്ടാക്കി കൊടുത്തത്. ഒറ്റ ഉപാധിയേ ഉള്ളൂ, BJPക്ക് കൊടുക്കേണ്ട ഹഫ്ത കൃത്യമായി കൊടുക്കണം. ബോണ്ട് വഴി കോടാനുകോടികൾ വാങ്ങിക്കൂട്ടാൻ ഇൻകം ടാക്സ് നിയമത്തിലും ഗുരുതര സ്വഭാവമുള്ള മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് പണം കിട്ടുന്നതെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ കണക്ക് സൂക്ഷിക്കേണ്ടതില്ല എന്നും വ്യവസ്ഥയുണ്ടാക്കി മോദി. വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആരെയും ബോധിപ്പിക്കാതെ ഒരു കണക്കുമില്ലാതെ പാർട്ടികൾക്ക് പണം കൊടുക്കാം. ആരോടും ഒന്നും പറയേണ്ടതില്ല എന്ന് വച്ചാൽ നഗ്നമായ കൈക്കൂലി പണ കൈമാറ്റം, ലീഗൽ കറപ്ഷൻ അഥവാ നിയമപരമായ അഴിമതി. സമീപ വർഷങ്ങളിലെവിടെയും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത കൊടിയ അഴിമതി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും CPIM-ഉം നൽകിയ ഹർജികളിലാണ് 5 വർഷത്തിന് ശേഷമെങ്കിലും കോടതി ശരിയാവണ്ണം ഇടപെട്ടത്. പക്ഷേ അപ്പോഴേക്കും ആവശ്യത്തിലധികം പണം അഹിതമാർഗത്തിലൂടെ BJP സമാഹരിച്ചു കഴിഞ്ഞിരുന്നു. We think is a very big step forward in the direction of ensuring transparency, and is very good for the health of Indian democracy and Indian electoral process. Electoral bond scheme introduced by the Modi government was an instrument for legalization of political corruption. നോക്കൂ, ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയതിനു ശേഷവും മോദി സർക്കാർ 1 കോടി രൂപ മൂല്യമുള്ള 8350 ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിച്ചു കൂട്ടി. 1000-ൻ്റെയും 10,000-ൻ്റെയും 10 ലക്ഷത്തിൻ്റെയും മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകളും സർക്കാർ അച്ചടിച്ചു വെച്ചു. 2023 ഡിസംബർ 29 മുതൽ ഈ വർഷം ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് കേന്ദ്ര സർക്കാർ സഹസ്ര കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ അടിച്ചിറക്കിയത് എന്ന് ധനമന്ത്രാലയം വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത്. എപ്പോൾ വേണമെങ്കിലും സുപ്രീം കോടതി ഒരു വിധി പറയും എന്നിരിക്കെ ഇത്രയധികം ബോണ്ടുകൾ അച്ചടിച്ചുവെങ്കിൽ അതെന്തിനായിരുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിനെ ഏറ്റവും അധികം ഭയപ്പെട്ടത് BJP തന്നെയാണ്. മടിയിൽ കനമുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ബോണ്ട് ഇടപാട് നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചപ്പോൾ കുചേലൻ്റെ അവിൽപ്പൊതിയെപ്പോലും കോടതികൾ നിരോധിച്ചേനെ എന്ന പരോക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു മോദി. പക്ഷേ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്
കുചേലൻ്റെ അവിൽപ്പൊതിയല്ല, കുബേരൻ്റെ പണപ്പെട്ടിയാണ് BJPയുടെ പുരയ്ക്കകത്തുള്ളതെന്ന് ഈ നാടിന് മനസ്സിലാകുന്നത്. ബോണ്ടിൻ്റെ വിവരങ്ങളെല്ലാം കൈമാറണമെന്ന കോടതി നിർദ്ദേശം അട്ടിമറിക്കാൻ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള SBI കിണഞ്ഞു ശ്രമിച്ചു. 6 മാസമെങ്കിലും സമയം വേണമെന്ന് ഒഴിവ് കഴിവ് പറഞ്ഞു SBI. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് വിവരങ്ങൾ പുറത്തു വരുന്നത് രാഷ്ട്രീയ യജമാനന്മാർക്ക് തലവേദനയാകുമെന്ന് ബാങ്കിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ ബാങ്കിൻ്റെ ഒളിച്ചുകളി പരമോന്നത കോടതി പൊളിച്ചതോടെ കഴിഞ്ഞ 6 വർഷം ഏതെല്ലാം വൻകിട കോർപ്പറേറ്റുകളും കളങ്കിത സ്ഥാപനങ്ങളുമാണ് BJPക്കും മറ്റു കക്ഷികൾക്കുമായി ഇങ്ങനെ ശതകോടികൾ കുത്തിയൊഴുക്കിയത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ എന്ന് ചൂണ്ടിക്കാട്ടിയത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനമാണ്. 2020 അവർ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ കറപ്ഷൻ ബയോമീറ്ററിലാണ് ഇന്ത്യയെക്കുറിച്ച് ഈ ആശങ്കയുണ്ടാക്കുന്ന കണക്കുള്ളത്. അഴിമതി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന 18 പേർ 2018 മാത്രം ദുരൂഹമായി മരിച്ചുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അഴിമതി നിറഞ്ഞ രാജ്യമെന്ന പട്ടത്തെ സാധൂകരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഇലക്ട്രൽ ബോണ്ട് കഥ. 2019 പ്രധാന വിഷയമായിരുന്ന റാഫേൽ അഴിമതി കഥ ഇന്ത്യ മറന്നിട്ടുണ്ടാവില്ല. ഫ്രാൻസിൽ നിർമ്മിച്ച 18 യുദ്ധവിമാനങ്ങൾ നേരിട്ട് വാങ്ങാനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തോടെ 108 വിമാനങ്ങൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ HAL നിർമ്മിക്കാനുമായിരുന്നു 2012 മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടാക്കിയ കരാർ. മോദി അധികാരത്തിൽ വന്ന ശേഷം ആ കരാർ അങ്ങനെ അട്ടിമറിക്കുന്നു. 36 വിമാനം ദസോ ഏവിയേഷൻ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങാൻ കരാറായി. HALനെ ഒഴിവാക്കി അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡിനെ പങ്കാളിയാക്കി. ഒരു വിമാനത്തിൻ്റെ വില 526 കോടിയിൽ നിന്ന് 1570 കോടിയാക്കി ഉയർത്തി കരാർ പുതുക്കി. രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ തകിടം മറിച്ച, ഖജനാവ് കൊള്ളയടിച്ച നഗ്നമായ അഴിമതി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഒഴിവാക്കി പകരം കണ്ടെത്തിയ അംബാനിയുടെ കമ്പനിക്കാകട്ടെ ഒരു കടലാസ് വിമാനമുണ്ടാക്കിയ പരിചയം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കരാർ അവർക്ക് നൽകി മോദി. മോദി സർക്കാർ വന്ന ശേഷം ഈ കരാറിൽ ഇന്ത്യൻ ഇടനിലക്കാരൻ പണം വാങ്ങിയെന്ന് ഒരു ഫ്രഞ്ച് ഏജൻസി കണ്ടെത്തുകയും ചെയ്തു എന്നതും ഓർക്കുക. കോടികൾ ഇങ്ങനെ മറിക്കുക എന്നത് BJPക്ക് വെറും പുഷ്പം പോലെയുള്ള ഏർപ്പാടാണെന്ന് എല്ലാ കേസുകളിലും കാണാം. BJPയുടെ കേന്ദ്ര നേതാക്കൾക്കടക്കം BS യെദ്യൂരപ്പ എന്ന കർണാടകയിലെ നേതാവ് 1800 കോടി രൂപ നൽകിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് നാം ഓർക്കുന്നുണ്ട്. സഹോദരൻ വിനോദ് അംബാനിയുടെ മൗറീഷ്യസിലെയും ദുബായിലെയും വ്യാജ കമ്പനികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങൾ വാങ്ങിയതായി കാണിച്ച് ഗൗതം അദാനി മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് 10,000 കോടി തട്ടിയെടുത്തു എന്ന കേസ് എവിടെ എത്തിയെന്ന് വല്ല വിവരവുമുണ്ടോ? 2014 അധികാരത്തിലെത്തിയ മോദി സർക്കാർ ആദ്യം തടഞ്ഞ അന്വേഷണങ്ങളിലൊന്ന് അതായിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകാൻ എന്ന പേരിൽ 2018 ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ദുരുപയോഗിച്ചുകൊണ്ട് 71,000 രൂപയെങ്കിലും തട്ടിയെടുത്തു എന്ന് കണ്ടെത്തിയത് CNDG-യാണ്. 2014 മുതലുള്ള 9 വർഷങ്ങളിൽ രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ 14.56 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളി. ഇതിൽ 7.41 ലക്ഷം കോടിയും വൻകിട കമ്പനികളുടെ വായ്പാ കുടിശ്ശികയാണ്. ഇങ്ങനെ കൈക്കൊള്ളുന്ന ഓരോ തീരുമാനത്തിലും കൊണ്ടുവരുന്ന ഓരോ പുതിയ നിയമത്തിലും അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ താൽപ്പര്യം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. പക്ഷേ അവയിലൊന്നും ഒരന്വേഷണവും നടക്കുന്നില്ല. തുടങ്ങിവെച്ച അന്വേഷണങ്ങളെല്ലാം സമ്പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ ഗുരുതര അഴിമതിയുടെ മഞ്ഞുമലയാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷേ 2013 മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ 2G സ്കാം ആരോപണം ഉയർന്നു വന്നപ്പോൾ ധാർമ്മിക രോഷത്താൽ ആവേശഭരിതരായ ദേശീയ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരു രോഷവുമില്ല. ഒന്നും കണ്ട മട്ടുപോലുമില്ല. ഭരണകൂട വിധേയത്വത്താൽ ആരൊക്കെ അവഗണിച്ചാലും വളരെ ഗൗരവത്തിലും സുതാര്യ രൂപത്തിലുമുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിന് കഴിയില്ല എന്നതാണ് വലിയ ദുരന്തം. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികളും BJPയുടെ വേട്ടനായ്ക്കൾ മാത്രമായി പരിണമിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാനും വൻകിട കമ്പനികളെ വിരട്ടി കാശടിക്കാനുമുള്ള കേവല ഉപകരണങ്ങൾ മാത്രമായി അവ ചുരുങ്ങി. ED എടുത്തുകൂട്ടുന്ന കേസുകളിൽ 5% പോലും തെളിയിക്കപ്പെടുന്നില്ല എന്നതാണ് കണക്ക്. എതിരാളികളെ ജയിലിലിടാനും അവരുടെ സ്വത്തുവകകൾ മരവിപ്പിക്കാനും മാത്രമുള്ള
കൂലിപ്പട്ടാളമായി BJP ഭരണകാലത്ത് ED മാറിക്കഴിഞ്ഞു. വീണ്ടും പ്രതീക്ഷ വയ്ക്കാനുള്ളത് സുപ്രീം കോടതിയിൽ തന്നെയാണ്. ഗുരുതര സ്വഭാവമുള്ള അഴിമതി വെളിപ്പെട്ട സാഹചര്യത്തിൽ കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഗഹനമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.